ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നാട്ടിലെത്തിയ വീണ കനിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അവർ നാട്ടിലെത്തിയ കാര്യം പറയാൻ കനി ചെറിയമ്മയെ വിളിച്ചെങ്കിലും ചെറിയമ്മ മൊബൈൽ എടുക്കുന്നുണ്ടായിരുന്നില്ല. ടീച്ചർ അമ്മയും കേശുവും നീനയുടെ വീട്ടിൽ നിന്ന് ഓട്ടോയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് കേശുവിൻ്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അയ്യോ, ബോസാണല്ലോ വിളിക്കുന്നേ, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടോ ആവോ എന്ന് കേശു പറയുമ്പോൾ ടീച്ചറമ്മ അവനോട് കോൾ എടുക്കാനായി പറയുന്നുണ്ട്. അവൻ കോൾ എടുക്കുമ്പോൾ ചെറിയമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാനായി കനി പറയുന്നുണ്ട്. ചെറിയമ്മ ആ കോൾ വാങ്ങുമ്പോൾ ടൂറ് പോയവരെല്ലാം തിരിച്ചു വരുന്നുണ്ടെന്ന് എന്നവൾ പറയുന്നത് കേട്ട് അയ്യോ, ഇന്ന് വരുമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചെറിയമ്മ ചോദിക്കുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം പിള്ളേർക്ക് എന്തോ വയ്യാണ്ടായിന്ന്, അത് കാരണം ടൂർ ക്യാൻസൽ ചെയ്ത് ഫ്ലൈറ്റിന് എങ്ങനെയോ തിരിച്ചു വന്നതാ എന്ന് കനി പറയുമ്പോൾ ടീച്ചറമ്മ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കനി ചോദിക്കുന്നത്, ഇതെന്താ അവിടെ വലിയ സൗണ്ട്, വണ്ടിയുടെ സൗണ്ട് പോലും ഉണ്ടല്ലോ എന്ന് കനി ചോദിക്കുമ്പോൾ അത് മിക്സിയുടെ ശബ്ദമാണെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. കൊച്ചുങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി അവരേതോ ക്ലിനിക്കിൽ നിൽക്കുകയാ. പെട്ടെന്ന് തന്നെ അവർ വീട്ടിലേക്ക് എത്തും. അവിടെ പെട്ടെന്ന് പണികളെല്ലാം സെറ്റാക്കാൻ നോക്ക്, എനിക്കാണേൽ ഇപ്പോൾ അങ്ങോട്ട് വരാനും പറ്റത്തില്ലല്ലോ എന്ന് കനി പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, വീടൊക്കെ പഴയതുപോലെ സെറ്റാക്കാം. ഇടി നീ പേടിക്കാതെ, ഞാനല്ലേ പറയുന്നത് എന്ന് ചെറിയമ്മ പറയുമ്പോൾ ചെറിയമ്മ അവരെത്തുന്നതിന് മുന്നേ സെറ്റാക്കാൻ പറ്റുമെന്ന് കനി ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ സെറ്റാക്കിയിരിക്കും എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും കനി കോൾ വെക്കുന്നുണ്ട്. ടീച്ചറമ്മ അപ്പോഴേക്കും കേശുവിനോടായിട കേശു, അവർ തിരിച്ചു വരുന്നു, ടൂറെല്ലാം ക്യാൻസൽ ചെയ്തു, കൊച്ചുങ്ങൾക്ക് വയ്യാത്തോടെ അവർ ഫ്ലൈറ്റ് പിടിച്ചു വന്നു എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോൾ ഓട്ടോക്കാരനോട് പറപ്പിച്ചു വിടാനായി കേശു പറയുന്നുണ്ട്. ഇതിൽ കൂടുതലൊന്നും പറപ്പിക്കാൻ പറ്റൂല അനിയാന്ന് അയാളും പറയുന്നുണ്ട്. പോകുന്ന വഴിക്ക് ടീച്ചറമ്മ ദേ എൻ്റെ പാറു എന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഏത് പാറു എന്ന് കേശു ചോദിക്കുമ്പോൾ എൻ്റെ പയ്യെ എന്ന് ടീച്ചറമ്മ വിഷമത്തോടെ പറയുന്നുണ്ട്. പയ്യനെയും കണ്ട് പയ്യെ പോയാലേ എല്ലാം കുളമാകും, അവരങ്ങ് വീട്ടിലെത്തിയെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഓട്ടോക്കാരനോടായി ചവിട്ടി വിടാൻ പറയുന്നുണ്ട്. നീ ഒന്ന് വായടച്ചിരി, അല്ലെങ്കിൽ അടുത്ത ചവിട്ട് നിനക്കാ, നീ അങ്ങ് വെളിയിൽ കിടക്കും എന്ന് ഓട്ടോക്കാരനും കേശുവിനെ വഴക്ക് പറയുന്നുണ്ടേ. പിന്നീട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സന്തോഷിനെ അമ്മയുടെ കോൾ വരുന്നുണ്ട്. നീ എന്തൊരു പോക്കാടാ പോയത്, നിനക്ക് വീട്ടിലുള്ളവരെ ആരും വേണ്ടേ, ആരും നിനക്ക് കാണുകയും വേണ്ടേ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ വീണയുടെ ചേട്ടന്റെ മക്കൾക്ക് തീരെ വയ്യാതായമ്മേ, അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ക്ലിനിക്കിൽ നിൽക്കുക. ഇത് കേട്ട് മണിയുടെ കൂടെ ഇരിക്കുന്ന പോറ്റി മാമനും എവിടാണെന്ന് ചോദിക്കുന്നുണ്ട്. എവിടാ, കാശ്മീരിലോ എന്ന് സന്തോഷിന്റെ അമ്മ ചോദിക്കുമ്പോൾ അയ്യോ അല്ല, ഞങ്ങൾ ഇവിടെ നാട്ടിലെത്തി എന്നവൻ പറയുമ്പോൾ ആഹാ, എന്നിട്ട് അങ്ങോട്ട് വിളിക്കുമ്പോൾ വേണം ഞങ്ങൾ അറിയാൻ അല്ലേ, നിങ്ങൾ എന്തിനാ പിന്നെ അവിടെ നിന്ന് കറങ്ങുന്നതെന്ന് സന്തോഷിന്റെ അമ്മ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. കൊച്ചുങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുമായിരുന്നു എന്ന് സന്തോഷ് പറയുമ്പോൾ കൊച്ചുങ്ങളെ നോക്കാൻ അവിടെ എന്താ ഡോക്ടറും നഴ്സും ഒന്നും ഇല്ലേ, പിന്നെ പിള്ളേരുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അവരങ്ങ് നോക്കിക്കോളും, നിങ്ങളുകൂടെ അവിടെ നിന്ന് ചുറ്റി തിരിയണ്ട, പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്ക് എന്ന് മണി ദേഷ്യത്തോടെ പറയുമ്പോൾ അവരോടൊന്ന് പറഞ്ഞിട്ട് വരാം അമ്മയെന്ന് സന്തോഷ് പറയുന്നുണ്ട്. വൈകണ്ട, വേഗം വീട്ടിലെത്തണം എന്നവർ സ്ട്രിക്റ്റായി പറയുമ്പോൾ സന്തോഷ് അത് സമ്മതിക്കുന്നുണ്ടേ. സന്തോഷ് നാട്ടിലെത്തിയത് അറിയിക്കാത്ത ദേഷ്യത്തോടെ മണി പോറ്റിമാമനോട് പറയുന്നുണ്ട്. അവര് നാട്ടിലെത്തി പോലും, കൊച്ചുങ്ങളെ കൊണ്ട് ഏതോ ക്ലിനിക്കിൽ പോയേക്കുവാണെന്ന്. ഇത് കേട്ട് പിള്ളേർക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ തിരുമ്മി കൊടുക്കാനും മരുന്ന് വാങ്ങാനോടാനും ആള് വേണമല്ലോ. അച്ചി വീട്ടുകാരുടെ ഓർഡർ നോക്കി നിൽപ്പുണ്ടാവും അവിടെ. അവൻ എന്തെങ്കിലും അഭിമാനമുണ്ടോ, ഈ കുടുംബത്തിന്റെ വില നിന്റെ കുഞ്ഞൂട്ടം കൊണ്ടോ ഈ കളയും എന്നൊക്കെ പോറ്റി മാമൻ പറയുമ്പോൾ അണ്ണ ഞാൻ പറഞ്ഞതുകൊണ്ട് അവരിനി വൈകില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വരും എന്ന് മണി പറയുമ്പോൾ കണ്ടറിയാം എന്ന് പോറ്റി മാമനും പറയുന്നുണ്ട്. സന്തോഷ് വീണയുടെ അടുത്ത് ചെന്ന് അമ്മയെ വിളിച്ചത് പെട്ടെന്ന് വീടെത്താൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഇടങ്കോലിന്റെ സ്ക്രൂ ആവുമെന്ന് വീണ പറയുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ എങ്ങനെ ഇറങ്ങും വീണ എന്ന് സന്തോഷ് ടെൻഷനോടെ ചോദിക്കുമ്പോൾ കൊച്ചുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഡ്രിപ്പ് കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ പോവാം, നമുക്ക് ഇവിടുന്നൊരു ഓട്ടോയിൽ പോയാലോ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇറങ്ങുന്നത് മോശമല്ലേന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്നേ, രാധേച്ചിയോടും മഹേഷേട്ടനോടും ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ യാത്ര പറയാനായി മഹേഷിന്റെ അടുത്തെത്തുന്നുണ്ട്. മഹേഷേട്ടാ എന്നാ ഞങ്ങൾ അങ്ങോട്ട് എന്ന് വീണ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വിട്ടോളിയാ, വീട്ടിൽ ആരൊക്കെയോ വരുന്നതല്ലേ, പിള്ളേരുടെ ട്രിപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾക്കും പോകാൻ പറ്റും എന്ന് മഹേഷ് പറയുമ്പോൾ സന്തോഷേ എന്നാ ശരി നിങ്ങൾ വിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രാധയും അങ്ങോട്ട് വരുന്നുണ്ട്. അവരോട് യാത്ര പറഞ്ഞ് സന്തോഷും വീണയും പോയി കഴിയുമ്പോൾ രാധ മഹേഷിനോടായി പറയുന്നുണ്ട്, സന്തോഷും വീണയും പോയത് നന്നായി, വീട്ടിലെത്തുമ്പോൾ സന്തോഷിന്റെ കാര്യം ഓർത്തായിരുന്നു എനിക്ക് ടെൻഷൻ എന്നവൾ പറയുമ്പോഴേക്കും അതങ്ങ് ഒഴിവായില്ലേ, ഇല്ലെങ്കിൽ ഇവൾ വീട്ടിലേക്ക് കയറി വന്നാലേ തൊലയാ
എന്ന് മഹേഷ് പറയുമ്പോഴേക്കും രേണുക അങ്ങോട്ട് ഓടി വന്ന് മഹേഷ് ഏട്ടാ, ഈ ഡ്രിപ്പ് തീരുന്നതിന് മുന്നേ നമുക്ക് ഹോസ്പിറ്റൽ പരിപാടി ഒന്ന് വ്ലോഗ് ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടെ കേറിപ്പോടിയകത്ത്. കൊച്ചുങ്ങൾ അവിടെ ഡ്രിപ്പിട്ട് കിടക്കുമ്പോഴാ അവളുടെ ഒടുക്കത്തെ ഒരു വ്ലോഗ്. കേറിപ്പോ, വ്ലോഗും കൊണ്ട് വന്നേക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് അവളെ ഓടിക്കുന്നുണ്ട്. പിന്നീട് ശിവരാമൻ ചേട്ടനെയാണ് കാണിക്കുന്നത്. റെജിയോടായി ലില്ലിക്കുട്ടി വന്ന് പറയുന്നുണ്ട്, മക്കളെ അപ്പച്ചന്റെ കാലൊന്ന് വന്ന് നോക്കിയേടാ, നല്ല നീരുണ്ട്. ഇത് കേട്ട് ഞാൻ നോക്കിയിട്ട് എന്ത് കാര്യം അമ്മച്ചി, ആശുപത്രി പോവാന്ന് പറഞ്ഞ അപ്പച്ചൻ കേൾക്കത്തുമില്ല, അതൊരു നിർബന്ധമായിട്ട് എടുത്തിരിക്കുകയാണ് അപ്പച്ചൻ എന്ന് റെജി പറയുമ്പോൾ നീ വന്നൊന്ന് നോക്കിയിട്ട് ഒന്ന് പറ റെജി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവൻ ചെന്ന് അപ്പച്ചന്റെ കാല് പിടിച്ചു നോക്കുമ്പോൾ അദ്ദേഹം വേദന കൊണ്ട് പുളയുന്നുണ്ട്. കാലിന് നല്ല നീരുമുണ്ട്, ഒരു നിറവ്യത്യാസവും ചൂടുമുണ്ട് അപ്പച്ച എന്ന് റെജി പറയുമ്പോൾ ഇന്നും കൂടി ഒന്ന് നോക്കാമെന്ന് അപ്പച്ചൻ പറയുന്നുണ്ട്. ഇത് എത്ര ദിവസമായി അപ്പച്ച ഇതും കൊണ്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് റെജി വീണ്ടും ചോദിക്കുമ്പോൾ എടാ, കാലിനകത്ത് കൊളുത്ത് വലിക്കും പോലെ ഒരു വേദനയുണ്ട്, അതന്ന് ഇടി കിട്ടിയൻ്റെയാ. ഇന്നലെയൊക്കെ കാല് തൂക്കിയിട്ടിരുന്നതല്ലേ, അതിന്റെ ശേഷമല്ലേ ഈ നീര്. ഇനി ഞാൻ കട്ടിലിൽ നിന്ന് ഇറങ്ങുന്നതേയില്ല, മാറ്റം വല്ലതും ഉണ്ടോന്ന് നോക്കാമല്ലോ എന്ന് അപ്പച്ചനും പറയുന്നുണ്ട്. അപ്പച്ചൻ തന്നെ രോഗവും കാരണവുമെല്ലാം പറഞ്ഞാ പിന്നെ പാടില്ലല്ലോ, ഗുളികയും കൂടെ കുറിച്ചതാ, ഞാൻ പോയി മേടിച്ചിട്ട് വരാം എന്ന് റെജി പിണക്കത്തോടെ പറയുന്നുണ്ട്. പിണങ്ങല്ലേ, അപ്പച്ചി ഇന്നുകൂടി ഒന്ന് നോക്കട്ടെ, ഇത് റെഡിയാവുമെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ടൂറ് പോയ പിള്ളേരെ ഒന്ന് വിളിച്ചായിരുന്നോന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം. മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ചപ്പോ മണാലിയിലാണെന്നാ പറഞ്ഞ്, തിരിച്ചു വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല എന്ന് റെജി പറയുമ്പോൾ കുഞ്ഞിയെ ഒന്ന് വിളിച്ചു നോക്കാനായി അപ്പച്ചൻ അവനോട് പറയുന്നുണ്ട്. റെജി ഫോൺ സ്പീക്കറിലിട്ട് വീണയെ വിളിക്കുന്നുണ്ട്. വീണയും സന്തോഷും ഓട്ടോയിൽ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. റെജിച്ചേട്ടനാണെന്ന് പറഞ്ഞ് കോളെടുക്കുന്ന വീണ, റെജിച്ചേട്ടാ ഞങ്ങളിങ്ങ് നാട്ടിലെത്തി കേട്ടോ എന്ന് പറയുന്നുണ്ട്. മിനിഞ്ഞാന്ന് മണാലിയിലാണെന്നല്ലേ പറഞ്ഞതെന്ന് റെജി ചോദിക്കുമ്പോൾ അത് പിള്ളേർക്ക് വയ്യാണ്ടായി, അതുകൊണ്ടാ ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇങ്ങ് പോന്നു എന്ന് വീണ പറയുന്നത് കേട്ട് അപ്പച്ചൻ റെജിയോട് ഫോൺ തരാനായി പറയുന്നുണ്ട്. ദേ അപ്പച്ചൻ ഫോണ് ചോദിക്കുന്നു. കാല് വയ്യാണ്ടായി ഇവിടെ ആകെ അലമ്പായിരിക്കാണ്, ഹോസ്പിറ്റലിൽ വിളിച്ചാലോട്ട് വരത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റെജി അപ്പച്ചന്റെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കുന്നുണ്ടേ. എന്താ വല്യമ്മേ ഹോസ്പിറ്റലിൽ പോവാത്തത്, ഇഞ്ചക്ഷൻ പേടിച്ചിട്ടാ, അതിനൊരു ഉറുമ്പ് കടിക്കുന്ന വേദനയല്ലേ കാണൂ എന്ന് കുഞ്ഞി പറയുമ്പോൾ കാല് കുറച്ചു ദിവസം നന്നായി സ്ട്രെയിൻ ചെയ്തോണ്ടാ, ഇന്ന് ഞാൻ ഫുൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഇന്നോടെ കാല് ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുങ്ങൾക്ക് എന്നാ പറ്റിയടിയെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അത് ക്ലൈമറ്റ് ചേഞ്ചിന്റെയാ, അവരിപ്പോ ക്ലിനിക്കിലുണ്ട്, ഞാനും സന്തോഷട്ടനും കൂടി അങ്ങ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വല്യമ്മ ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുവോ, നല്ല കുട്ടിയായിട്ട് റെജിച്ചേട്ടന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയിക്കോ എന്ന് അവൾ പറയുമ്പോൾ ഇന്നും കൂടി കുഞ്ഞി എനിക്ക് സമയം തരണം, ശരിയായില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം, ഉറപ്പാണ് എന്ന് വല്യമ്മ പറയുമ്പോൾ ദേ ഇന്ന് രാത്രി ഞാൻ വിളിക്കുവേ, കുറഞ്ഞില്ലേ നാളെ പൊക്കോണം, പിന്നെ ഉഴപ്പരുത് കേട്ടോ എന്ന് വീണ പറയുമ്പോൾ അത് ഞാൻ പോയിരിക്കുമെടി ഉറപ്പ് എന്ന് വല്യമ്മ ഉറപ്പ് കൊടുക്കുമ്പോൾ അവൾ കോൾ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാവ്യയ്ക്ക് കൂട്ടിരിക്കുന്ന കല്ലുവിനെയും രാധയുമാണ് കാണിക്കുന്നത്. താനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് കല്ല് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാധ മൊബൈലെടുത്ത് വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. ഡ്യൂട്ടിയിലായിരുന്നു വിഷ്ണു അപ്പോൾ, വണ്ടിയിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തിയെന്നും കാവ്യയ്ക്കും മൃദുവിനും മണാലിയിൽ നിന്ന് വയ്യാതായെന്നും അതുകൊണ്ട് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെന്നും രാധ പറയുമ്പോൾ ഇപ്പോൾ എവിടെയാ, കൊച്ചുങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ വിഷ്ണു വേവലാതിയോടെ ചോദിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെയും ഇവർക്ക് വയ്യാതായി, അങ്ങനെ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നിൽക്കുക, 2 പേർക്കും ട്രിപ്പ് കൊടുത്തു എന്നവൾ പറയുമ്പോൾ എന്താ പറ്റിയതെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. പനിയും വോമിറ്റിംഗ് എല്ലാം മാറി, പക്ഷെ 2 ആൾക്കും നല്ല ക്ഷീണമുണ്ട് എന്ന് രാധ പറയുമ്പോൾ ആഹാരത്തിൽ നിന്നെങ്ങാനും കിട്ടിയതാണോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. വെതർ ചേഞ്ച് ആയതിൻ്റെന്നാ ഡോക്ടർ പറഞ്ഞത് എന്ന് രാധ വീണ്ടും പറയുമ്പോൾ ഏത് ഹോസ്പിറ്റലിലാണെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. എയർപോർട്ടിനടുത്തുള്ള ഒരു ക്ലിനിക്കാ എന്ന് രാധ പറയുമ്പോൾ നീ ലൊക്കേഷൻ ഇട്ടേ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് വിഷ്ണു പറയുന്നുണ്ട്. വിഷ്ണുവേട്ടൻ എത്തുമ്പോഴേക്കും ഞങ്ങളെല്ലാം കഴിഞ്ഞ് മടങ്ങിയിട്ടുണ്ടാവും, ട്രിപ്പ് കഴിഞ്ഞ ഇറങ്ങാന്നാ ഡോക്ടർ പറഞ്ഞത് എന്നവൾ പറയുമ്പോൾ നേരെ വീട്ടിലേക്കല്ലേ പോകുന്നതെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരാം, അതാ നല്ലത്, ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് വിഷ്ണു പറയുമ്പോൾ എന്താ വിഷ്ണുവേട്ടാന്ന് രാധ പേടിയോടെ ചോദിക്കുന്നുണ്ട്. നേരിട്ട് പറയാം, മഹേഷും ഉണ്ടല്ലോ അല്ലേ. ഉണ്ടെന്ന് രാധ പറയുമ്പോൾ ഓക്കെ പറഞ്ഞ് വിഷ്ണു കോൾ വയ്ക്കുന്നുണ്ടേ. രാധ ആകെ പേടിയോടെ റൂമിന് പുറത്തു നിൽക്കുന്ന മഹേഷിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വിഷ്ണുവേട്ടനെ ഞാൻ വിളിച്ചിരുന്നു, പുള്ളി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നാ ഇപ്പോൾ എന്നോട് പറഞ്ഞത്. ഞാൻ എന്താ കാര്യമെന്നൊക്കെ ചോദിച്ചു, അപ്പോൾ നേരിട്ട് പറയാമെന്നാ പറഞ്ഞത്. നീയും ഇല്ലേന്ന് പ്രത്യേകം എടുത്തു ചോദിച്ചു.
ഒക്കെ രാധ ടെൻഷനോടെ പറയുമ്പോൾ അളിയൻ നമ്മളെയും കൊണ്ടേ പോകുന്ന എനിക്ക് തോന്നുന്നതെന്ന് പേടിയോടെ മഹേഷും പറയുന്നുണ്ട്. എന്തു ചെയ്യുമിടാന്ന് ടെൻഷനോടെ രാധ ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യണ്ട, ചെയ്യാനുള്ളതൊക്കെ അളിയൻ ചെയ്തോളും എന്ന് മഹേഷും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കനിയെയാണ്. ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് വരുന്ന അവൾ ഒരിടത്ത് നിർത്തി വീണ്ടും ചെറിയമ്മയെ വിളിച്ചു നോക്കുന്നുണ്ട്. കേശു മൊബൈലെടുത്ത് അയ്യോ പിന്നെയും ബോസ് എന്ന് ടീച്ചറമ്മയോടെ പറയുമ്പോൾ ഷോ എന്ത് പറയുമെന്ന് ചെറിയമ്മ പേടിയോടെ ചോദിക്കുന്നുണ്ട്. ടീച്ചറമ്മ അവൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിക്കൊണ്ട് കനിയെ വിളിക്കുമ്പോൾ എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ, അവരെവിടുന്ന് മിക്കവാറും പുറപ്പെട്ടു കാണും കേട്ടോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ നടക്കുന്നുണ്ട്, ഞാനും കേശവും കൂടി ഇവിടെ എല്ലാം ഒതുക്കുക എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ഇത് കേട്ട് എനിക്ക് ആകെ ഒരു ടെൻഷൻ, അങ്ങോട്ടാണേൽ വരാനും പറ്റുന്നില്ല, അവരാണെങ്കിൽ ഇന്നെത്തുമെന്ന് നമ്മളൊട്ടും പ്രതീക്ഷിച്ചതുമില്ലല്ലോ എന്നൊക്കെ കനി ടെൻഷനോടെ പറയുമ്പോൾ കുഴപ്പമില്ല, ഞങ്ങളിത് സെറ്റ് ചെയ്തോളാം, ഞങ്ങളിത് തീർത്തിട്ട് വിളിക്കാമേ എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ടീച്ചറമ്മ ടെൻഷനോടെ ചേട്ടാ വണ്ടിയൊന്ന് വേഗത്തിൽ വിടുമെന്ന് ഓട്ടോക്കാരനോടായി ചോദിക്കുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ആരോ വീടെത്തും മുമ്പേ നിങ്ങൾക്ക് വീട്ടിലെത്തണം, അതല്ലേ കാര്യം, അത് തന്നെ കാര്യം, ഒന്ന് പറത്തി വിട് ചേട്ടാന്ന് കേശവും പറയുമ്പോൾ അയാൾ ഓക്കെ പറഞ്ഞ് വണ്ടി സ്പീഡിൽ വിടുന്നുണ്ടേ. പിന്നീട് ഡോക്ടർ വന്ന് ഋതുവിനും കാവ്യയ്ക്കും ഡിസ്ചാർജ് പറയുന്നതാണ് കാണിക്കുന്നത്. ഈ ORS ഇടയ്ക്ക് കലക്കി കൊടുക്കണം കേട്ടോ, ഇന്ന് ചൂട് പൊടിയരിക്കഞ്ഞി കൊടുക്കുന്നതാവും നല്ലത്, പിന്നെ തിളപ്പിച്ചാറിയ വെള്ളവും കൊടുക്കണം, പ്രോപ്പറായി റെസ്റ്റ് എടുത്താൽ മതി, ഉഷാറായിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടുന്ന് പോകുന്നുണ്ട്. കല്ലു അപ്പോഴേക്കും ഒരിടത്തേക്ക് മാറി നിന്ന് അമ്മാമ്മയ്ക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. അമ്മാമ്മേ ഞങ്ങൾ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയേ. പിന്നീട് അവൾ കനിക്കും ഞങ്ങൾ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുവാണെന്നൊരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ കനി തൻ്റെ മൊബൈൽ പോക്കറ്റിലിട്ടുകൊണ്ട് ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയം തന്നെ മഹേഷും കൂട്ടരും ഒരു ടാക്സിയും പിടിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും ഓട്ടോയിൽ വീടെത്തുന്ന ടീച്ചറമ്മയും കേശുവും കൂടി വീട്ടിലെത്തുമ്പോൾ ഓട്ടോയിൽ നിന്ന് ചാടിയിറങ്ങി പുറകുവശത്തെ ഗേറ്റ് വഴി വീടിനകത്തേക്ക് ഓടിക്കയറുന്നുണ്ട്. വീട്ടിലെത്തുന്നവർ പെട്ടെന്ന് തന്നെ അവിടെയെല്ലാം ക്ലീൻ ചെയ്യാനായി തുടങ്ങുക. അവരെത്തുമ്പോഴേക്കും അമ്മമ്മയെല്ലാം സെറ്റാക്കുമോ എന്നുള്ള പേടിയിൽ കല്ലുവും, വീട്ടിലെത്തുമ്പോൾ വിഷ്ണു ചോദ്യം ചെയ്യുമെന്ന പേടിയിൽ മഹേഷും രാധയും ടെൻഷനോടെ വണ്ടിയിലിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ കോൾ രാധയ്ക്ക് വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയോ, പിള്ളേർക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി, ഇപ്പോൾ കാറിലാ, പിള്ളേർക്ക് കുറവുണ്ട്, അവർ രണ്ടാളും നല്ല ഉറക്കത്തിലാ എന്ന് അവൾ പറയുമ്പോൾ താനും വീട്ടിലേക്ക് പുറപ്പെട്ടെന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. രാധ ടെൻഷനോടെ മുൻസീറ്റിലിരിക്കുന്ന മഹേഷിനെ വിളിച്ച് പറയുന്നുണ്ട്, ഡാ മഹേഷേ വിഷ്ണുവേട്ടനെ വിളിച്ചത്. വിഷ്ണുവേട്ടനും വീട്ടിലേക്ക് തിരിച്ചെന്ന്. ഇത് കേട്ട് മഹേഷ് ടെൻഷനോടെ തലയ്ക്ക് കൈകൊടുത്തിരിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ കല്ലുവും അമ്പരപ്പോടെ അവരെ നോക്കുന്നുണ്ട്. ടീച്ചറമ്മയും കേശുവും വീട്ടിലെല്ലാം ഓടി നടന്ന് ഓരോന്ന് ഒതുക്കി വയ്ക്കുന്ന തിരക്കില. അപ്പോഴാണ് പുറത്ത് കാറിന്റെ ഹോൺ ശബ്ദം കേൾക്കുന്നത്. കേശു അവരെത്തിയിടാന്ന് ടീച്ചറമ്മ പേടിയോടെ പറയുമ്പോൾ ടീച്ചറെ ഞാൻ ഇനി എന്തു ചെയ്യുമെന്ന് കേശുവും ചോദിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.